നീ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടാത്ത ഭവനം എന്ന ദൈവവചന ചിന്തയുടെ 11-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ 5:14 മുതൽ 16 വരെയാണ്. അപ്പോൾ ഏതൊരു ദൈവ പൈതലും ഇരുട്ടിൽ കഴിയുന്ന പാപം, പൈശാചികത, മറ്റ് വിവിധമായ കാരണങ്ങളാൽ ഇരുട്ടിൽ കഴിയുന്ന ജനങ്ങളെ ജീവൻ്റെ വെളിച്ചത്തിലേക്ക് നടത്തപ്പെടുവാൻ നീതി സൂര്യൻ്റെ പ്രഭയാൽ ഇരുട്ട് നിറഞ്ഞതായി ലോകത്ത് വെളിച്ചം കൊടുക്കേണ്ട ചന്ദ്രന്മാരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ സൂര്യൻ്റെ ശക്തിയാൽ ചന്ദ്രൻ പ്രകാശം കൊടുക്കുന്നത് പോലെ, സൂര്യൻ്റെ പ്രഭ ഏറ്റെടുത്ത് ചന്ദ്രൻ പ്രകാശം കൊടുക്കുന്ന പോലെ നാം പ്രകാശം കൊടുക്കേണ്ടവരാണ്. മറ്റുള്ളവരെ മിഥ്യയിൽ നിന്ന് സത്യമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കേണ്ടവരാണ്. അപ്പോൾ തന്നെ ഈ വിളക്ക് കെട്ടുവാൻ കാരണമായ 3 കാര്യങ്ങളുണ്ട്. 1, വിളക്ക് കത്തിച്ച് പറയും കീഴിൽ, എന്നുവെച്ചാൽ പണത്തിൽ ആശ്രയിക്കുന്നവർക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയത്തില്ല. 2, കട്ടിലും കീഴിൽ, ഉറക്കത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയത്തില്ല. 3, വിളക്ക് കത്തിച്ച് പാത്രത്തിന് കീഴിൽ ഭക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, എല്ലാം അതിൻ്റെതായ മിതമായ രീതി. അടുത്ത്, ക്രിസ്ത്യാനിയിലെ യഥാർത്ഥ വെളിച്ചം എന്താണ്? ക്രിസ്തുവാണ്. അപ്പോൾ തന്നെ ആ വെളിച്ചം എങ്ങനെ പുറത്തു വരണം? അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മനുഷ്യർ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ ക്രിസ്ത്യാനിയിലെ വെളിച്ചം എന്തെന്ന് ചോദിച്ചാൽ നല്ല പ്രവർത്തികൾ. ഭവനത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്യണം, ചർച്ചിൽ നല്ല പ്രവർത്തികൾ ചെയ്യണം, സമൂഹത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്യണം. പക്ഷേ അതിൽ ഇന്ന് ക്രിസ്ത്യാനികൾ പുറമോട്ടാണ്. നമ്മളെ ലോകം ആക്ഷേപിക്കുന്ന വെറും കൊട്ടിപ്പാടുക, ബഹളമുണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ മദർ തെരേസ തുടങ്ങി അനേക സഹോദരി സഹോദരന്മാരിലേക്ക് നോക്കി, അവർക്ക് എന്തോരം നല്ല കാര്യങ്ങളാണ് സമൂഹത്തിന് ചെയ്തത്. ആകയാൽ നമ്മളിൽ പകർന്നിരിക്കുന്നതായ കഴിവ്, അതുപോലെ ശക്തി, നമ്മുടെ ആരോഗ്യം, നമുക്ക് തന്ന സമ്പത്തുകൾ, ഇതൊക്കെയും വെളിച്ചമായിട്ട് പുറത്തു വരട്ടെ. അല്ലാതെ നമ്മളിലും നമ്മുടെ ചർച്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. വെളിച്ചം നല്ല പ്രവൃത്തിയായി പുറത്തേക്ക് വരുമ്പോൾ ലോകം സർവശക്തനെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരും. ഈ തിരുവെഴുത്തുകളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു.